അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽ മുനാഫിഖൂന സൂറത്താണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. മുനാഫിഖൂന സൂറത്തിൽ നിന്ന് 5 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുനാഫിക്കുകളെ സംബന്ധിച്ച്, കപട വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിട്ട് താങ്കൾ അല്ലാഹുവിന്റെ റസൂല് തന്നെയാണെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നവർ പറയും. യഥാർത്ഥത്തിൽ അവർ നാവ് കൊണ്ട് വിശ്വസിച്ചവരും എന്നാൽ ഹൃദയം കൊണ്ട് അവിശ്വസിച്ചവരുമായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞ ഭാഗം നമ്മൾ വിശദീകരിച്ചു. ഇങ്ങനെയുള്ള ഈ മുനാഫിക്കീങ്ങളോട്, കപട വിശ്വാസികളോട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികെ വരണം, റസൂല് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, റസൂലിനോട് പൊറുക്കലിനെ തേടാൻ നിങ്ങൾ അപേക്ഷിക്കണം എന്ന കാര്യം അവരോട് പറഞ്ഞാൽ അവർ അതിനെ അവഗണിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ഇന്ന് നമ്മൾ ഓടി വെച്ച 5-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. وَإِذَا قِيلَ لَهُمْ تَعَالَوْا يَسْتَغْفِرْ لَكُمْ رَسُولُ اللَّهِ. ആ കപട വിശ്വാസികളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതൻ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനർത്ഥിക്കും, അല്ലാഹുവോട് അപേക്ഷിക്കും എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അവരുടെ ശിരസ്സുകളെ തിരിച്ചു കളയും. ഒരിക്കലും അതിനെ പരിഗണിക്കില്ല, അതിനെ അവഗണിക്കും. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അവർ തിരിഞ്ഞു പോകുന്നത് താങ്കൾക്ക് കാണാവുന്നതാണ്. വഹും മുസ്തക്ബിറൂൻ. അവർ അഹങ്കാരം നടിച്ചുകൊണ്ട് അഹങ്കരിക്കുന്നവരാണ്. കപട വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ വരൂ, അല്ലാഹുവിന്റെ തിരുദൂതർ നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി അല്ലാഹു അർത്ഥിക്കും, അല്ലാഹുവിനോട് അപേക്ഷിക്കും എന്ന കാര്യം അവരോട് പറഞ്ഞാൽ അവരെന്തെയും? തല തിരിച്ചു കളയും, അവർ തിരിഞ്ഞു പോകും. അഹങ്കാരം നടിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു പോകുന്നതാണ്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. തുടർന്ന് അല്ലാഹു പറയാണ്, നബിയെ, താങ്കൾ അവരുടെ മേലിൽ പാപമോചനത്തിന് അർത്ഥിക്കലും ഇല്ലാതിരിക്കലും സമമാണ്. അല്ലാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ധിക്കാരികളായ ഒരു ജനത, ദുർനടപ്പുകാരായ ഒരു ജനത, അവർക്ക് അല്ലാഹു മാർഗദർശനം നൽകില്ല. ഇവിടെ ഈ ഭാഗം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അതായത്, നോക്കൂ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അള്ളാന്റെ തിരുദൂതര് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്ന് പറയുമ്പോൾ അവർ തിരിഞ്ഞു പോകും. നമ്മൾ സാധാരണഗതിയിൽ കാര്യപ്പെട്ട ആളുകളോടൊക്കെ ദുആ ചെയ്യണം എന്ന് പറയാറുണ്ട്. കാര്യമായ നമ്മുടെ ദുആ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരാനും നാളെ പരലോകത്ത് രക്ഷപ്പെടാനും. അംബിയാ മുർസലുകൾക്ക് ഈ വിഷയത്തിൽ അല്ലാഹു പ്രത്യേകം ചില സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. നൂഹ് നബിയുടെ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്.
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയെ വിളിച്ചതും നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വേണ്ടി പുറക്കല്ല തേടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരത് ചെവിക്കൊണ്ടില്ല, അവരത് സ്വീകരിച്ചില്ല. ഇവിടെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നതും ആ വിഷയം തന്നെയാണ്. നമ്മുടെ നബിയുടെ അരികെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ, അള്ളാന്റെ തിരുദൂതർ നമുക്ക് വേണ്ടി ചെല്ലുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവോട് ദോഷം പൊറുക്കാൻ അപേക്ഷിച്ചാൽ വേഗം ഉത്തരം കിട്ടുമെന്ന്. ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഖുർആന്റെ മറ്റൊരു ഭാഗത്ത്. സൂറത്തുൽ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംബന്ധമായിട്ട് ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്വഅ ബിഇذനില്ലാഹ് വലൗ അന്നഹും ഇളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സൂറത്തുൽ നിസാഇൽ അല്ലാഹു തആല മുനാഫിക്കുകളെ സംബന്ധിച്ച് വിശദീകരിച്ചതിന്റെ ശേഷമാണ് ഈ വിഷയം പറയുന്നത്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്വഅ ബിഇذനില്ലാഹ്. അനുമതിക്കാരൻ അനുസരിക്കാൻ വേണ്ടിയല്ലാതെ ഒരൊറ്റ റസൂലിനെയും നാം അയച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചത് അനുസരിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതായത് അവർ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കണം. വലൗ അന്നഹും ഇളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ്. തുടർന്ന് നിസാ സൂറയിൽ അള്ളാഹു പറയുന്നത്, സ്വന്തത്തോട് അതിക്രമം കാണിച്ചവർ, തെറ്റ് ചെയ്ത ആളുകൾ അങ്ങയുടെ സമീപത്ത് വന്നാൽ അവർ അല്ലാഹുവോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നു. അതോടുകൂടെ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിച്ചാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവർ അള്ളാഹുവിനെ തൗബ സ്വീകരിച്ചവനായും കാരുണ്യവാനായും കണ്ടെത്തിക്കുന്നതാണ്. അപ്പൊ സൂറത്തുൽ നിസായിലൂടെ അള്ളാഹു പറയുന്ന കാര്യം, തെറ്റ് ചെയ്ത ആളുകൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ ചെന്ന് ആ കാര്യം പറഞ്ഞാൽ, എന്നിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ അവരുടെ പാപമോചനത്തിന് അള്ളാഹുവോട് റെക്കമെൻഡ് ചെയ്യാം. എന്നാൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിനെ അവർ തൗബ സ്വീകരിച്ചതായ രൂപത്തിൽ, അവരോട് കരുണ ചെയ്യുന്ന രൂപത്തിൽ അവർ അള്ളാഹുവിനെ കണ്ടെത്തിക്കുന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ മങ്കൂസ് മോഡലൊക്കെ ചില വരികൾ അവിടെ ആ വരിയിൽ കൃത്യമായിട്ട് വരുന്ന വിഷയം അതാണ്. അവിടെ ആശയക്കുഴപ്പത്തിലാകേണ്ട ആവശ്യമില്ല, വെറുതെ വിവാദമുണ്ടാക്കേണ്ട ആവശ്യമില്ല. കയ്യും കണക്കൂല്ലാത്ത തെറ്റ് ഞാൻ ചെയ്തു പോയി, അങ്ങയോട് ആവരാതി പറയുന്നു നബിയെ, എന്താ കുഴപ്പം? മുനാഫിഖുകളുടെ സൂറത്തിൽ അള്ളാഹു പറയുന്നത്, മുനാഫിഖീങ്ങളോട് നിങ്ങൾ റസൂലിന്റെ അരികിലേക്ക് വരൂ, റസൂൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരാൻ അള്ളാഹുവോട് അപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ തിരിഞ്ഞു പോകും അവര്. അള്ളാഹ് ആക്ഷേപിക്കാം, തിരിഞ്ഞു പോകല്ല വേണ്ടത്. അവർ തിരിഞ്ഞു പോകും, അവർ തലയെ തിരിച്ചു കളയും. അതിനെ അവഗണിച്ച് തിരിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അവർ നേരെയാവൂല എന്നാ ഖുർആൻ പറഞ്ഞത്, ഒരു അഹങ്കരിച്ചിട്ട് പോവാൻ. നിസാ സൂറയിൽ പറഞ്ഞതോ, തെറ്റ് ചെയ്ത ആളുകൾ നബിയെ അങ്ങയുടെ സവിധത്തിൽ വന്ന് അവർക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവോട് പൊറുക്കലിനെ തേടിയാൽ തൗബ സ്വീകരിച്ച രൂപത്തിലും കാരുണ്യവാനായ രൂപത്തിലും അവർ അള്ളാഹുവിനെ കണ്ടെത്തിക്കുന്നതാണ് എന്ന്. ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്.
മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാന്റെ തിരുദൂതരുടെ റൗള ഷരീഫിന്റെ അരികെ, ഹുജറത്തു ഷരീഫയുടെ അരികെ, അള്ളാന്റെ റസൂലിന്റെ ആ തിരു ഖബറിന്റെ അരികെ ഒരു അഅറാബി വന്നിട്ട് വിശുദ്ധ ഖുർആനിലെ നിസാ സൂറയിൽ നിന്ന് നമ്മൾ തുടക്കത്തിൽ ഓതിവെച്ച ആ സുപ്രധാനമായ ആ ആയത്ത്, വളരെ പ്രധാനപ്പെട്ട ആയത്ത് 64-ാമത്തെ വചനം അദ്ദേഹം ഓതി. നബിയുടെ റൗളയുടെ അരികെ വന്നിട്ട് ആ ആയത്ത് ഓതുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ തെറ്റുകൾ പറയാം. കാരണം നബിയുടെ അരികെ വന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹുവോട് റെക്കമെൻഡ് ചെയ്താൽ പടച്ചോൻ വേഗം സ്വീകരിക്കുന്നു. അത് റസൂലിന്റെ വഫാത്തിന്റെ ശേഷവും അതുപോലെയാണെന്ന് അറിയിക്കുകയാണ്. കാരണം ഈ അഅറാബി വന്നിട്ട് നബിയുടെ റൗള ഷരീഫിന്റെ അരികെ വന്നിട്ട് ഈ വിശുദ്ധ വചനം അദ്ദേഹം ഓതിയതിന്റെ ശേഷം അദ്ദേഹം അള്ളാഹുവോട് ദുആ ചെയ്തു. അദ്ദേഹം നബിയോട് പറയാണ്, ലഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. അങ്ങയെക്കൊണ്ട് അള്ളാഹുവോട് ശുപാർശ ചെയ്യിക്കാനാണ് നബിയെ ഞാൻ അങ്ങയുടെ സവിധത്തിൽ വന്നത്. വഫാത്തായിട്ട് കിടക്കുന്ന നബിയുടെ അരികെ ഖബറിന്റെ അരികെ വന്നിട്ട് പറയും. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അടക്കമുള്ള ചരിത്രകാരന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സംഭവം വളരെ പ്രാധാന്യത്തോടുകൂടെ ഉദ്ധരിക്കുന്നു. അത് നമ്മൾ ചേർത്തി വായിക്കണ്ട. ഇത് പറയാൻ കാരണം പുതിയ ചിന്ത, പുത്തൻ കൂട്ടുകാർ, പുതിയ ചിന്ത കടന്നുകൂടിയവർ ഇത്തരം കാര്യങ്ങളൊക്കെ എതിർക്കാറുണ്ട്. അള്ളാഹുവോട് നേരിട്ട് പറയുകയല്ലേ വേണ്ടത്? സഹോദരൻ അള്ളാഹുവിനോട് തന്നെയാണ്. പക്ഷെ വേഗം ഉത്തരം കിട്ടാനാണ് കാര്യപ്പെട്ടവരെ കൂട്ടുപിടിക്കുന്നത്. എല്ലാ സഹായവും എല്ലാം അള്ളാഹുവിൽ നിന്ന്. പക്ഷെ അള്ളാഹു താല ചില കാര്യങ്ങൾക്ക് ചില മാധ്യമങ്ങൾ വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. സഹോദര, ബദറിൽ നമ്മളെ സഹായിച്ചത് മലക്കുകളാ. പക്ഷെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വലഖദ് നസറകുമുല്ലാഹു ബി ബദർ. ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്നാണ്. സഹായം അള്ളാഹുവിൽ നിന്ന്. പക്ഷെ അത് ആര് മുഖേനയാണ് നൽകിയത്? മലക്കുകൾ മുഖേന. 5000 മലക്കുകൾ ഇറക്കിയെന്ന് ഖുർആൻ പറയുന്നു. ആദ്യം 3000-ഉം പിന്നെ 2000-ഉം കൂട്ടിയിട്ട് മൊത്തം 5000 മലക്കുകൾ. സുജൂദിൽ കിടന്ന് നബി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കൊടുത്തുള്ളൂ. എല്ലാ സഹായവും എല്ലാം അള്ളാഹുവിൽ. അവ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് തിരുത്താൻ നല്ലൊരു അവസരമാണ്. സൂറത്ത് നിസായിലെ 64-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഈ അഅറാബി ഈ വചനം ഓതിയതിന്റെ ശേഷം പുല്ലുറൗളയുടെ അരികെ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ചൊല്ലി, യാ ഖൈറ മൻ ദഫിനത് ബിൽ ഖൗലി അഅ്ലമുഹു ഫത്വാബ മിൻ തുയ്ബിഹിന്നൽ ഖാവു വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖാബിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അദ്ദേഹം പാടിയ ആ വരികൾ ഇന്നും റൗള ഷരീഫിന്റെ 2 തൂണുകളിൽ കൊത്തിവെച്ചിരിക്കുക. ഇന്നുമുണ്ട്. ഇതൊക്കെ ശരിയാണെന്നുള്ളതിന്റെ അടയാളല്ലേ അത്? ഇന്നും പരിശുദ്ധ റൗള ഷരീഫിന്റെ മുന്നിലുള്ള ആ സിയാറത്ത് ചെയ്യുമ്പോൾ സലാം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കാണാം ആ 2 തൂണിൽ ഉല്ലേഖനം ചെയ്ത ഈ കവിത. നമ്മുടെ എഴുത്തുകാരൻ മറ്റുമൊക്കെ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഉന്മത്തൻ മണ്ഡലമാറിൽ മയങ്ങുന്ന മാനുഷപരാത്തിൻ മായാപ്രഭാവമോ ഉത്തമ തിരുനബി പൂടൽ പൂർണിമത്തൂമണം തഴുപനീ മറകളും മലകളും സുരവണിയാടുന്ന നിൻ ഖബർ റൗളയിൽ ദർപ്പണം ചെയ്തവൻ സ്വത്വവും നായക സ്നേഹക്കുടീരമാം നിൻ ഖബർ മേടയിൽ ദാനവും ഫലവും ഔദാര്യഗേഹവും. അതാണ് ആ അഅറാബി പാടിയതിന്റെ അർത്ഥം. അതാണ് എന്താണെന്ന് നോക്കൂ. ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും അള്ളാഹുവിന്റെ തിരുദൂതരുടെ ആ തിരു റൗളയിൽ ചെന്ന് കാര്യങ്ങൾ പറയൽ വളരെ പ്രധാനപ്പെട്ടത്. എന്നാൽ അതേ സമയത്ത് ചില ആളുകൾ ഇതേ മുനാഫിക്കിന്റെ മാർഗം സ്വീകരിക്കും. അതായത് വലിയ തൗഹീദിന്റെ ആളുകളാണ് എന്ന് നാവ് കൊണ്ട് പറയും. ചിലപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ എല്ലാ കാര്യങ്ങൾക്കും സഹവസിക്കാനുണ്ടാവും. എന്നാൽ ഇടയിൽ നമുക്കതിലൊന്നും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്, മുനാഫിക്കുകളായ ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടാവും.
എന്നിട്ട് അവരുടെ ആളുകളോട് കൂടെ ചെന്നിട്ട് അവർ പറയുന്നത് എല്ലാ ആളുകളെയും താൽക്കാലികമായി കൂട്ടുപിടിക്കാനാണ് ഈ നിലപാട് സ്വീകരിച്ചത്. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പ്രവാചകരിൽ നിന്ന് സ്വഹാബത്ത് മുഖേന താബികൾ മുഖേന കൈമാറി വന്ന സുന്ദരമായ ആശയമാണ് സുന്നി ആശയം എന്ന് പറയുന്നത്. ഞാനും അതാണ് എന്ന് പറഞ്ഞ് ഉള്ളിലൂടെ ചില പണികൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും സുന്നി തന്നെയാണെന്ന് പറയും. എന്നാൽ അതേ സമയത്ത് ചില സന്ദർഭങ്ങളിൽ അവരുടെ തനി നിറം പുറത്തു വരും. അള്ളാഹുവിന്റെ റസൂലിനോട് പറയും, ഇവര് യുദ്ധത്തിനൊക്കെ പോകേണ്ട സമയം വരുമ്പോൾ പറയണം, ഞങ്ങളുണ്ടാവും, ഒരു പേടിയും പേടിക്കണ്ട. അടിയന്തര ഘട്ടത്തിൽ അങ്ങനെ ഒരു യാത്ര പോകേണ്ട അവസ്ഥ വരുമ്പോൾ ഇവർ മെല്ലെ തടി സലാമത്താകും. കാരണം അവർക്ക് പേടിയാണ്. എല്ലാ കാലഘട്ടത്തിലുണ്ട് സത്യത്തിൽ ഇത്തരം ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ തിരുതേവരെ പരിപൂർണമായിട്ടും ഉൾക്കൊള്ളണം. നിങ്ങൾ നബിയുടെ അരികിലേക്ക് വരൂ, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാന് അള്ളാഹുവിന്റെ തിരുതേവർ അള്ളാഹുവോട് അപേക്ഷിക്കും എന്ന് പറയുമ്പോൾ തല തിരിച്ചു കളയും അവർ. എന്നിട്ട് അവർ തിരിഞ്ഞു പോകാൻ അഹങ്കാരത്തോടുകൂടെ തിരിഞ്ഞു പോകും. ഏതായിരുന്നാലും ചില ആളുകൾ ശരിയാവില്ല, അത് അള്ളാഹ്ക്കറിയാലോ. യാസീൻ സൂറത്തിലും ഈ കാര്യം പറയുന്നു. എന്നാൽ നമ്മളെ കടമ നമ്മൾ നിർവഹിക്കും. അള്ളാഹു പറയുന്നത് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. അള്ളാഹു പറയുന്ന നബിയെ, താങ്കൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടലും പൊറുക്കലിനെ തേടാതിരിക്കലും സമമാണ്. അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ദുർനടപ്പുകാരായ ഒരു ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാർഗദർശനം നൽകില്ല. ധിക്കാരികളായ ജനതയ്ക്ക് അല്ലാഹു തആല ഒരിക്കലും മാർഗദർശനം നൽകില്ല. ഈ കാര്യം അല്ലാഹു തആല കൃത്യമായിട്ട് പറയും. എന്നാലും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, നബിയോട് പറയുന്നത്, നബിയെ താങ്കൾ അവർക്ക് പൊറുക്കലിനെ തേടലും തേടാതിരിക്കലും സമാണെന്ന്. അള്ളാഹു പുറത്തു കൊടുക്കൂല. യാസീൻ സൂറത്തിൽ പറയുന്നതല്ലോ, താങ്കൾ അവർക്ക് ഉപദേശം കൊടുക്കലും കൊടുക്കാതിരിക്കലും സമാണ്, നന്നാവില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെ ചില ആളുകളോട് എത്ര പറഞ്ഞാലും അത് പറയലും പറയാതിരിക്കലും സമ. എന്നാലും നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുക. ഇനി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റുകൾ വരും. എന്നാൽ ആ തെറ്റുകൾ വരുമ്പോൾ ആ തെറ്റുകൾ പുറത്തു തരാൻ അള്ളാഹുവോട് എപ്പോഴും അപേക്ഷിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഏത്? നാവ് എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം. ഈ നാവ് അള്ളാഹു നമുക്ക് നൽകിയതിന് 7 വചനങ്ങൾ ഏത് സമയത്തും നമ്മുടെ നാവിൽ നിന്ന് വരണമെന്ന്. അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണ്. അതിൽ ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, ഇടതടവില്ലാതെ രാപ്പകൽ ഭേദമന്യേ ഒരു നാവിൽ നിന്ന് വരേണ്ടതുണ്ട് അസ്തഗ്ഫിറുല്ലാഹ്. ചിലതൊക്കെ ചില പ്രത്യേക സമയമാണ്. എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതൊരു വിഷയം തുടങ്ങുമ്പോഴാണ്. ബിസ്മി കൊണ്ട് തുടങ്ങിയ ഒരു സംഗതി പൂർത്തിയാകും. പൂർത്തിയായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതാണ് രണ്ടാമത്തെ വചനം. എന്തൊരു വിഷയം നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങും. സഹോദര, നമ്മുടെ പഠനം, നമ്മുടെ വായന, നമ്മുടെ ഭക്ഷണം കഴിക്കൽ, നമ്മുടെ വെള്ളം കുടിക്കൽ, നമ്മുടെ സ്റ്റാർട്ട് ചെയ്യൽ, നമ്മുടെ കട തുറക്കൽ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ബിസ്മി കൊണ്ട് തുടങ്ങും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, എന്തൊരു കാര്യം പൂർത്തിയായാലും അൽഹംദുലില്ലാഹ്, ചുരുങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിന്റെ പൂർണ്ണത. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, എന്തൊരു കാര്യം ശേഷത്തേക്ക് നീട്ടിവെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്, നമ്മൾ നാളത്തേക്ക്, മറ്റന്നാളത്തേക്ക്, പിന്നൊരു സമയത്തേക്ക് നമ്മളൊരു കാര്യം നീട്ടിവെച്ച് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാതെ പറയണം. ഖുറൈശികളൊക്കെ അല്ലാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്ന് ചോദിച്ചു, നബിയെ, ആരാണ് അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികൾ ആരാണ് നബിയെ? ഖർനൈൻ എന്ന് പറയുന്ന ഭരണാധികാരി ആരാണ്? റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ പറ്റി പഠിപ്പിച്ചു തരണം. റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരൂ, പറഞ്ഞു തരാം.
റസൂൽ വിചാരിച്ചത് വഹി വരുമെന്നാണ്. സാധാരണഗതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു വരുമ്പോ അതിന് മറുപടി പറയാൻ ഉടനെ അള്ളാഹു വചനങ്ങൾ ഇറക്കി കൊടുക്കും. ഈ വിഷയത്തിലും ആരാണ് അസ്ഹാബുൽ കഹ്ഫ്, ആരാണ് ദുൽഖർനൈൻ, എന്താണ് ആത്മാവ്, അള്ളാഹു ആയത്തുകൾ ഇറക്കും എന്ന പ്രതീക്ഷയിലാണ് നാളെ വന്നോളൂ എന്ന് പറഞ്ഞത്. പറഞ്ഞു തരാം. പിറ്റേ ദിവസം വന്നവർ, പക്ഷേ വഹി ഇറങ്ങിയില്ല. റസൂല് വന്ന നാളെ വരെ വീണ്ടും നീട്ടി. ദിവസങ്ങൾ ഒരുപാടായി. ഇൻഷാ അള്ളാന്ന് റസൂല് പറയാത്തത് കൊണ്ട് തൽക്കാലം നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടെന്നാണ് അള്ളാന്റെ തീരുമാനം. അങ്ങനെ സൂറത്തുൽ കഹ്ഫിലൂടെ ആരാണ് അസ്ഹാബുൽ കഹ്ഫ്, ആരാണ് ദുൽഖർനൈൻ, അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു. ആത്മാവിനെ പറ്റി അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് പറയാൻ പറഞ്ഞു. അള്ളാഹുവിനെ പഠിപ്പിച്ചു എന്തൊരു കാര്യം പറയുമ്പോഴും നബിയെ ഇൻഷാ അല്ലാഹ് പറയണം. അത് പറയാത്തതാണ് വഹീബിന്റേത്. നമുക്കൊക്കെ ധാരണ ചില കാര്യങ്ങളൊക്കെ നമ്മളാണ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായിരുന്നാലും നടക്കും കരുതരുത്. ഒരിക്കലും അങ്ങനെ കരുതാൻ പാടില്ല. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, മലപ്പുറത്ത് കിഴക്കേ തലക്കെ ഒരു കല്യാണത്തിന് വേണ്ടി പോകാൻ ബസ് കാത്തു നിൽക്കണം. അനുഭവം പറഞ്ഞത്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ഒരു മിനി ബസ്, അദ്ദേഹത്തിന് അത് കിട്ടിയാലും മതി, തൊട്ടടുത്ത് ഒരു കല്യാണത്തിന് പോവാണ്. അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു അത്ര. കാരണം ആ ബസ് ഇങ്ങനെ വന്ന് അടുത്ത് നിർത്തി, അതിൽ സീറ്റൊക്കെ ഒഴിവാണ്. അതിലാണ് കയറിയാൽ കല്യാണത്തിനെത്തും, ഒന്നാം ട്രിപ്പിലിരിക്കാം. അങ്ങനെ അദ്ദേഹം ആ ബസ്സിൽ കയറാൻ വേണ്ടിയാണ് പോകുമ്പോ മുകളിൽ നിന്ന് ഒരു കാക്ക നന്നായി കാഷ്ടിച്ചു. അത് എന്നോട് പറഞ്ഞു, നേരെ സുന്നിമഹൽക്ക് ഓടി ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. 1ഉം 2ഉം ട്രിപ്പൊക്കെ നഷ്ടപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷിക്കൂല. അപ്പൊ നമ്മൾ കരുതാത്ത കാര്യമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മനുഷ്യന്റെ മരണം നടക്കുന്ന നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു ചതുരത്തിൽ ഒരു കള്ളി വരച്ചു, അതിന്റെ മധ്യത്തിൽ ഒരു വര വരച്ചു. അതിന് ചെറിയ വരകൾ കൊടുത്തു. ശ്രദ്ധിക്കണം, ഈ വര മനുഷ്യനാണ്. ആ ചെറിയ വരകൾ അവനെ ബാധിക്കുന്ന ഓരോ വിപത്തുകളാണ്. വളഞ്ഞു നിൽക്കുന്നത് അതേതാണ്? മരണാണ്. ആ വരയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് നീണ്ടൊരു വര വരച്ചു പറഞ്ഞു. അതവന്റെ ആഗ്രഹങ്ങളും കൊതികളുമാണ്. നോക്കൂ, ആർക്കും മനസ്സിലാവും. ഇവൻ നായത്തങ്ങള് അള്ളാഹുവിന്റെ പുറകെ ആ വരച്ചത് കൃത്യമായി വരച്ചു. ഒരു ചതുരം, അതിന്റെ ഇടയിൽ മധ്യത്തിലൊരു വര, അതാണ് മനുഷ്യൻ. വളഞ്ഞു നിൽക്കുന്നത്, വലയം ചെയ്ത് നിൽക്കുന്നത് മരണമാണ്. തള്ളി നിൽക്കുന്നത് കൊതികളാണ്. അതൊന്നും നടക്കില്ല. എന്തൊക്കെ പ്ലാനുകളും എന്തൊക്കെ പദ്ധതികളാണ് സഹോദര നമുക്കുള്ളത്. എന്തായിരുന്നാലും സഹോദര, ഒരു മോമിനായ മനുഷ്യൻ എന്തൊരു കാര്യം പറയുമ്പോഴും ശേഷത്തേക്ക് നീട്ടിവെക്കുമ്പോ ഇൻഷാ അല്ലാഹ് 7 വചനങ്ങളാണ് എപ്പോഴും നാവുന്ന വരേണ്ടത്. അപ്പൊ നമ്മുടെ വിഷയം അസ്തഗ്ഫിറുല്ലാഹ്, അതിലൊന്നാണ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇനി സഹോദര, ഇടതടവില്ലാതെ നമ്മുടെ നാവിൽ നിന്ന് വരണം അസ്തഗ്ഫിറുല്ലാഹ്. അതാണ് നാലാമത്തെ കാര്യം. അതാണ്. അഞ്ചാമത്തേത്, വെറുക്കപ്പെടുന്ന ഒരു കാര്യം കാണുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പഠിച്ചോളൂ. ഒരു വെറുക്കപ്പെട്ട കാര്യം നമ്മൾ കാണുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അതാണ്. ഇതിലേക്ക് നിങ്ങൾ എന്തൊരു വിപത്ത് കേട്ടാലും, മരണവാർത്തയടക്കം എന്തൊരു വിപത്ത് കേട്ടാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരണം കേട്ടാലും മരണവാർത്ത കേട്ടാലും മാത്രമല്ല, ചെറുതും വലുതുമായ എന്ത് വിപത്തുകൾ വന്നാലും അത് ചൊല്ലണം. അപ്പൊ നമ്മളോട് ഒരാൾ പറയാണ്, ഞാൻ പോരുമ്പോ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞു, അവിടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ മറ്റേ സഹോദരൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി ചെല്ലാണ്ട് ആർക്കൊന്നും പറ്റിയില്ല. നല്ല ഓട്ടോറിക്ഷ മറിഞ്ഞില്ലേ, മതി ഇന്നാലില്ല ചെല്ലാൻ വകുപ്പായി. കാലം ഒരു കല്ലിനെ വെച്ചുകുത്തിയിട്ട് നഖം പൊട്ടിപ്പോയതാ, ഇന്നാലില്ല. അതിൽ ഏറ്റവും വലുതാണ് ഏത്? മരണവാർത്തകൾ കേൾക്കൽ. എന്തൊരു മുസീബത്ത് വരുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് ചൊല്ലണമെന്നാണ്. അതാണ് 6ാമത്തത്. 7ാമത്തത്, അസ്തഗ്ഫിറുല്ലാഹയെ പോലെ രാപ്പകൽ ഭേദമന്യേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഈ 7 എപ്പോഴും നമ്മുടെ നാവുന്ന് വന്നാൽ കടലിലെ തിരമാലകളിലെ നൊരകൾക്ക് സമാനം തെറ്റുകൾ വന്നാലും അള്ളാഹു പുറത്തു തരുന്നത്.
എന്നാലോചിച്ച് നോക്കും. അതാണ് നമ്മുടെ വിഷയം. സഹോദര, വിശാലമായ പ്രവിശാലമായി കിടക്കുന്ന കടലിന്റെ തിരമാലകൾ, ആ തിരമാലകളിൽ വരുന്ന നുരകൾ, അത് എത്രമാത്രമുണ്ട്, അത്രമാത്രം ചെറുദോഷങ്ങൾ ഒരാളെ ജീവിതത്തിൽ വന്നാലും അത് പൊറുക്കപ്പെടാനുള്ളൊരു വഴിയാണ് അള്ളാഹു കൊടുത്ത നാവിൽ നിന്ന് വരണം. എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാ, അവസാനിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, ഒരു കാര്യം മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്, എല്ലാ സമയത്തും അസ്തഗ്ഫിറുല്ലാഹ്, ഒരു വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു വിപത്ത് കേൾക്കുമ്പോ, എനിക്ക് സംഭവിക്കുമ്പോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സംഭവിച്ചത് കേൾക്കുമ്പോ അറിയുമ്പോ ഇന്നാ ലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരണം. നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും നല്ല വഴികളാണ്. അത്തരം വഴികൾ സ്വീകരിക്കണം. അള്ളാന്റെ തിരുദൂതര് മുഖേന ചോദിക്കുന്നത് ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാവും. മുഹമ്മദിനോട് ഹക്ക് കൊണ്ട് ചോദിക്കുന്നതിനാ എന്റെ പാപങ്ങൾ പൊറുക്കണേ. നമ്മൾ മുനാഫിക്കുകളുടെ കഥ പറഞ്ഞ് അങ്ങനെ പോയാൽ പോരാ. സഹോദര, നമ്മുടെ ജീവിതം പാപഭംഗിതമാണ്. എത്ര തെറ്റുകളാണ് സംഭവിക്കുന്നത്, എത്ര ചെറുദോഷങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത്. ആ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ഏറ്റവും നല്ലൊരു അവസരമാണത്. അള്ളാഹുവോട് പറയണം. ചോദിക്കുന്ന കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. ഗ്യാരണ്ടിയാണ്. അള്ളാഹു താല ഉറപ്പ് തരാം. ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരുമെന്ന്. അപ്പൊ ആ ചോദിക്കുമ്പോ ഉത്തരം ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇന്ന് ഞാൻ ആ പറഞ്ഞതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ആ 7 വചനങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരു മുഅ്മിന്റെ അടയാളാണ്. അത് നമ്മൾ നിരന്തരം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുന്നത്. അല്ലാഹു തആല മുസീബത്തുകളെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി വീണ്ടും ഇവരെ പറ്റി അല്ലാഹു തആല പറയണം. ഇനി ഇവരുടെ മറ്റൊരു സ്വഭാവം അല്ലാഹു പറയുന്നു, ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ് ഹത്താ യൻഫല്ലാഹു വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ് വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. അല്ലാഹു പറയുന്നു, ഹുമുല്ലദീന യഖൂലൂൻ, അല്ലാഹു പറയുന്നത് ആ മുനാഫിക്കുകൾ പറയുന്നവരാണ്. എന്ത്? ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ് ഹത്താ യൻഫല്ലാഹു. അവർ പറയുന്നത്, നിങ്ങൾ റസൂലിനോട് കൂടെ, മുഹമ്മദ് നബിയോട് കൂടെയുള്ള ആളുകൾക്ക് ഒരിക്കലും നിങ്ങൾ ചെലവഴിക്കരുത്. എന്താണ് അവരങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ല. എന്തിന്? അവർ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ ആളുകൾ, അല്ലാഹുവിന്റെ പ്രവാചകരുടെ പാവപ്പെട്ട അനുചരന്മാർ, മദീനയിലെ സത്യവിശ്വാസികൾ അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. എല്ലാ സഹായം ചെയ്തു കൊടുത്തു. അവർക്ക് പ്രവർത്തനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. സ്വന്തം വീട് ഒഴിഞ്ഞു കൊടുത്തു. ഈന്തപ്പഴം ഉപയോഗിച്ച് തട്ടിട്ടിരുന്നു ചില വീടുകൾ. എന്നിട്ട് വീട്ടിലെ ആളുകൾ ഒന്നുകിൽ തട്ടിന്റെ മുകളിൽ, അടിഭാഗത്ത് അതിഥികൾ, അല്ലെങ്കിൽ അടിഭാഗത്തവർ, മുകൾ ഭാഗത്ത് അതിഥികൾ. സൗകര്യം പറയും. ഏതാ ഈ അതിഥികൾ? മക്കയിൽ ജീവിക്കാൻ കഴിയാത്തവരുണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തവർ. ഒന്നുമില്ലായിരുന്നു, വെറും കയ്യോടുകൂടെ വന്നവരാണവർ. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു ആ സംവിധാനം. മ്യാൻമറിൽ നിന്ന് സഹോദര ഹിജറ പോകുന്ന നമ്മുടെ 10,000-ങ്ങൾ. അവിടെ ബുദ്ധ സന്യാസികളാണ് പ്രശ്നക്കാര്, ബുദ്ധ തീവ്രവാദികളാണ് പട്ടാളക്കാർ. അതിന് സൈഡിൽ നിന്ന് കൊടുക്കുന്നു. സഹോദര, ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് ഇന്നലെ പലായനം ചെയ്യുന്ന നമ്മുടെ സഹോദര സഹോദരിമാർ അവിടെ പ്രശ്നക്കാർ ജൂതന്മാരാ. ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഫാസിസ്റ്റുകളാണ്. ലോകത്തിന്റെ പലലോകത്തും സിറിയയിൽ കണ്ടില്ലേ നിങ്ങൾ? 10,000-ങ്ങൾ പലായനം ചെയ്യുകയാണ്. ഓരോ പ്രശ്നങ്ങൾ നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമുക്ക് അല്ലാഹു തആല വലിയ നിഅമത്ത് നൽകിയത്, വലിയ നിഅമത്ത് നൽകിയത്.
16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ പലായനം ചെയ്തു. ഹബശയിലേക്ക് പോയി ആദ്യം, പിന്നെ മദീനയിലേക്ക് പോയി. അതോടുകൂടെ പൂർത്തിയായി. മദീനയിലേക്ക് മുഹാജിറുകൾ ചെല്ലുന്ന സമയത്ത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വലിയൊരു മാതൃകയാണത്. ആരും ഒഴിഞ്ഞു മാറിയില്ല. സ്വന്തം ജീവനക്കാരെ സ്നേഹിച്ചു മുഹാജിറുകളെ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ സഹായികൾ എന്നാണ്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്തവർ, യാത്ര പോയവർ എന്നാണ്. ഖുർആൻ പോലും പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. അല്ലാഹു അങ്ങനെയുള്ള അവരെ സാക്ഷ്യപ്പെടുത്തിയത്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ആ മുഹമ്മദ് നബിയോട് കൂടെയുള്ളവർ സത്യനിഷേധികളോട് കഠിനന്മാരാണവർ. അതേസമയം റുഹമാഉ ബൈനഹും അവർ അവർക്കിടയിൽ അതീവ ദയാലുക്കളായിരുന്നു. അവർ ഭയങ്കര സ്നേഹമായിരുന്നു. സത്യവിശ്വാസികൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും മനസ്സിലാക്കേണ്ടത് മുഹാജിറുകളെന്നും അൻസാറുകളെന്നുമാണ്. അവർ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ഈ മുനാഫിക്കുകൾ കളിക്കുന്ന എന്താ അറിയോ? മദീനയിലുള്ള അൻസാറുകൾ മുഹാജിറുകൾക്ക് എല്ലാ സഹായവും കൊടുക്കുമ്പോൾ അതിൽ വല്ലാത്ത അസൂയ. കാരണം ഇവർക്ക് ഈമാനില്ലല്ലോ. ഇവർ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും മുഹമ്മദ് നബിയുടെ ടീമിലോട്ട് പോകണം. ഈ വരുന്നുണ്ട് അൽ ഹശ്ർ സൂറയിൽ അല്ലാഹു പറയുന്നു, ഇവർ കളിച്ച കളികളൊക്കെ, മുനാഫിക്കുകൾ കളിച്ച കളികൾ, അവർ എല്ലാ കളികളും കളിക്കും. സഹോദര, അവർ എങ്ങനെയെങ്കിലും പ്രവാചകരും കൂട്ടരും മദീനയിൽ നിന്ന് പോകണം. അതിന് മദീന നിവാസികളായ അൻസാറുകൾ സഹായം ചെയ്തു കൊടുക്കരുത്. അപ്പൊ ഇവര് പറയാണ്, ഈ മുനാഫിക്കുകൾ പറയുകയാണെന്ത്, ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ്, റസൂലിന്റെ കൂടെയുള്ളവർക്ക് നിങ്ങൾ ഒരിക്കലും ചെലവ് ചെയ്യരുത്. ഹത്താ യൻഫല്ലൂ, അവർ ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി, അവർ മദീന വിട്ടു പോകണമെങ്കിൽ നിങ്ങളൊന്നും ചെലവ് ചെയ്യരുത്. അവർക്കറിയോ, വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഭണ്ഡാരം അവന്റെ കയ്യിലാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, പക്ഷേ കപടവിശ്വാസികൾ അത് ഗ്രഹിക്കാത്തവരാകുന്നു. അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ ഒരാളെ തളർത്താൻ കഴിയോ? ഇല്ല. യഥാർത്ഥത്തിൽ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രമൊക്കെ കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. ഇങ്ങനെ ചിലർക്കുള്ള പരീക്ഷണം കൊടുക്കുക. സോമാലിയയിലെ സത്യവിശ്വാസികൾ സഹോദരനെ പട്ടിണി കടന്നിട്ട് മരിക്കുന്നത് നോക്കൂ നിങ്ങൾ. എത്ര പേരാ മരിക്കുന്നത്? സൗദി അറേബ്യയിൽ അറബികള് ഒട്ടകത്തെ ഒന്നായിട്ട് പുഴുങ്ങിയിട്ട് വലിയ ടേബിളിൽ വെച്ചിട്ട് വട്ടത്തിലിരുന്നിട്ട് വലിച്ചു തിന്നാൻ ഇഷ്ടം പോലെ. ഏതൊക്കെ രൂപത്തിലാണ്? അറബ് ലോകത്തൊക്കെ എന്താ, അതിന് മാത്രം ഒരുപാട് സാധനങ്ങൾ മുന്നിൽ വേണം ഇവർക്ക് നന്നായിട്ടൊന്നും ഇരിക്കണം. എന്നിട്ട് ഒരുപാട് വേസ്റ്റാക്കണം, മതിമറന്ന് ജീവിക്കുന്നു. എന്നാ സഹോദര, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അവസ്ഥ നോക്കൂ. സോമാലിയ ചുറ്റുഭാഗത്തുള്ള രാജ്യങ്ങളൊക്കെ മറന്നുപോയി അവർ. ആ വിഷയം വിട്ടു. സുഭിക്ഷമായി വേണമെന്നില്ല. വിശപ്പെടുത്താൻ അല്പം ആഹാരം, ശുദ്ധമായ അല്പം കുടിവെള്ളം പോലുമില്ലാതെ ബഹുഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്ന മലിനമായ വെള്ളം. പട്ടിണി കടന്നിട്ട് മരിക്കുകയാണ്, എല്ലും തൊലിയായി. അവർക്കൊക്കെ അല്പം ഭക്ഷണം കിട്ടുമ്പോൾ അറബ് രാജ്യങ്ങൾ സഹായിക്കുന്നില്ല എന്നല്ലട്ടോ, സഹായിക്കുന്ന അറബ് രാജ്യങ്ങളുണ്ട്. സൗദി അടക്കം, സൗദി ഭരണകൂടം അടക്കം. ഞാൻ പറയുന്നത് സോമാലിയയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടല്ല, നമുക്ക് സുരക്ഷമായി ആഹാരം തരുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണ. ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ക്ഷമയും അതുപോലെ തന്നെ നന്ദിയും എത്രമാത്രമുണ്ട് എന്ന് പരീക്ഷിക്കാനാണ്. അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടല്ല, അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടല്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് എല്ലാ വിഷയം. ഏതുപോലെ, എന്തിനാ ആദ്യകാലത്ത് യുദ്ധങ്ങൾ നടന്നത്? ഒരു യുദ്ധമില്ലാതെ തന്നെ സത്യവിശ്വാസികൾക്ക് വിജയം കൊടുക്കാനും സത്യനിഷേധികൾക്ക് പരാജയം കൊടുക്കാനും അള്ളാഹ്ക്ക് കഴിയില്ലേ? കഴിയും സഹോദര. പിന്നെന്തിനാണത്? അതാണ് ദുന്യാവ്. ദുന്യാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതാണ് ഹംസ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടത്. അതൊരു പരീക്ഷണ. പക്ഷെ അത്തരം അവസ്ഥ ഇല്ലാതിരിക്കാനും വരുമ്പോ പ്രതിരോധിക്കാനും അതിനുള്ള വഴികൾ സ്വീകരിക്കേണ്ടി വരും. അതാണല്ലോ നമ്മുടെ ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ ആ കേസ് അട്ടിമറിക്കാൻ ചിലർ ശ്രമിച്ചപ്പോ അതിശക്തമായ പ്രതിഷേധം ആ ഏരിയയിൽ വന്നത്. സകല വാഹനം തടഞ്ഞില്ലേ? അതിനല്ലേ വാഹനം തടയേണ്ടത്, ഓടണ്ട.
നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം കൊടുക്കാനും ഭരണകൂടത്തിന് കഴിയില്ലെങ്കിൽ അവർ പണി രാജിവെച്ചു പോണവർ. കേരളത്തിന്റെ പുറത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് കാര്യങ്ങൾ. വേണ്ടാത്തതിന് എന്തൊക്കെ നിയമങ്ങളും കാര്യങ്ങളും. ഒരു സാധു നേരം വെളുത്ത് വൈകുന്നേരമാകോളം പണിയെടുത്ത് ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് ഏതാനും 500 1000 നോട്ട് ഒരുക്കു കൂട്ടി വെച്ചപ്പോ അത് പ്രശ്നമാണ്. അതിനൊരുപാട് നിയമ തടസ്സങ്ങൾ. എന്നാലും മനുഷ്യനെ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇന്ന ആളുകളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അറിഞ്ഞിട്ടും അവരെ പിടികൂടാൻ ഇവർക്കെന്താ മടി? നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ബഹളം വെക്കുന്നില്ല, വേണ്ടതേ ചോദിക്കും. നിങ്ങൾക്കറിയില്ല, ഇവിടെ നേരത്തെ മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു സഹോദരൻ, കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കൊന്നു മഞ്ചേരി. ആ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ആ മുഹമ്മദ് കോയയെ വധിച്ചു. അതിന്റെ പേരിൽ ഇവിടെ റോഡ് തടയലോ മറ്റുണ്ടായിട്ടുണ്ടോ? ഇല്ല. അർഹതപ്പെട്ടതാണ് മുഹമ്മദ് കോയക്ക് കിട്ടിയത്. നമ്മളോ അഭിപ്രായക്കാരൻ പൂരപ്പുറത്തിൽ ബഹളുണ്ടാക്കി അമുസ്ലിം സഹോദരങ്ങളുമായി ചീട്ട് കളിച്ചിട്ടും കള്ളകുടിച്ചിട്ടും സംഘടനയിലും ഏർപ്പെട്ട് ചില സഹോദരങ്ങൾ മരിച്ചു നേരത്തെ ഇവിടെ. അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് കലാപ കുഴപ്പമുണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരിൽ നമ്മുടെ ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ ശില്പികൾ അവർ നേരത്തെ എഴുതി വെച്ചതാണ്. നമുക്കുള്ള അവകാശമാണ്. ഇന്ത്യയിലെ ഏത് പൗരനും അവന്റെ ഹിതം പോലെ ജീവിക്കാനുള്ള അവകാശമാണ്. എന്നിട്ട് വിശുദ്ധ ദീനിലേക്ക് വന്നൊരു സഹോദരനെ വെട്ടിക്കൊന്നിട്ട് അതിന് ഗൂഢാലോചന നടന്നത് ഇന്ന സ്ഥലത്താണെന്ന് അറിഞ്ഞിട്ടും ഒരു നടപടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ട നമ്മുടെ എല്ലാവരുടെ നികുതിപ്പണവുമാണ് ഇവർക്ക് ഇടുന്നത്, ഈ ഉദ്യോഗസ്ഥന്മാരടക്കം. എന്നിട്ടാണ് അവർ ഈ രൂപത്തിൽ വിവേചനം നടത്തുന്നത്. അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിശക്തമായ പ്രതിഷേധങ്ങളുമാണ്. എന്നാലേ ഇവിടെ മനുഷ്യന്റെ ജീവന് വില ഉണ്ടാവും. ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തിയതാണ്. പണ്ട് മദീനയിൽ റസൂൽ ഉപരോധം ഏർപ്പെടുത്തിയില്ല. നദീർ ഗോത്രക്കാർക്കെതിരെ അള്ളാഹുരുടെ മനസ്സിൽ പേരിട്ട് കൊടുത്തുന്ന കോട്ടയിട്ട് പോകാൻ അവർ തയ്യാറായി. എന്നതുപോലെ നീതിക്ക് വേണ്ടി നമ്മുടെ കൂടെ നല്ല മനസ്സോടെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ഈ വിഷയത്തിൽ അവിടെ സമാധാനം വേണം. അത് തകർക്കാൻ ശ്രമിക്കുന്നവർ എത്ര വലിയവനാണെങ്കിലും അവരടിച്ചമർത്തണം. അതിനാണ് ഭരണകൂടം. അല്ലാതെ കിട്ടുന്ന നികുതിപ്പണം വാരി വെച്ച് പെൻഷനും പെൻഷനും അതിന് മാത്രമല്ല. അതിലൊന്നും നമുക്ക് പരാതിയില്ല. ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എന്തൊരു നിയമം, ഒരു ഹെൽമറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ എന്തൊരലമ്പാ. ഈ കാര്യത്തിലൊക്കെ വലിയ നിയമങ്ങളാണ്. എന്നാൽ അതേസമയത്ത് മനുഷ്യന്റെ ജീവന് യാതൊരു നടിയില്ല, ഒരു വിലയില്ലാത്തൊരവസ്ഥ. അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അള്ളാഹു താല നമ്മുടെ സഹോദരന്റെ ബർസഖിയായ ജീവിതം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് സഹോദര, മുനാഫിഖുകളാവട്ടെ അവരുടെ ഒരു ധാരണയാണ്. അൻസാറുകൾ അള്ളാന്റെ തിരുദൂതരുടെ കൂടെയുള്ള ആളുകൾക്ക് മുഹാജിറുകളായ ആളുകളെ സഹായിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കും? ഇല്ല. അള്ളാഹു പറയുന്ന എന്താ? ആകാശോലികളുടെ ഭണ്ഡാരം, അതിന്റെ ഖജനാവ് അള്ളാന്റെ കൈവശമാണ്. ഒരു ഖുദ്സിയായ ഹദീസിലെ ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ ഫീ സ്വഈദിൻ വാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, നിങ്ങളിലുള്ള ആദ്യക്കാരും അവസാനക്കാരും ജിന്നുകളും മനുഷ്യരും മുഴുവനാളുകളും ഒരൊറ്റ മൈതാനിയിൽ ഒരുമിച്ചുകൂടി നിങ്ങൾക്ക് വേണ്ടത് മുഴുവനും എന്നോട് ചോദിച്ചാലും എന്റെ ഖജനാവ് ഒന്നും ചുരുങ്ങില്ല. നമുക്ക് കഴിയോ അങ്ങനെ? ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനാളുകളും കഴിഞ്ഞു പോയവരും നിലവിലുള്ളവരും ഇനി വരാൻ പോകുന്നവരും ജിന്നുകളും എല്ലാവരും കൂടി വിശാലമായ ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി ഓരോരുത്തരും അവർക്ക് വേണ്ടത് മുഴുവനും ചോദിച്ചു. 10 ലോഡ് സ്വർണ്ണൊക്കെ ഓരോരുത്തർ ചോദിച്ചൊന്ന് കൂട്ടിക്കോളും. അള്ളാഹുവിന്റെ ഖജനാവില് ഒന്നും ചുരുങ്ങുകയാണ്. നമുക്കാർക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് അങ്ങനെ പറയാൻ കഴിയുമോ? ഇല്ലല്ല. ഈ കൂട്ടലങ്ങാടി പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വയറ് നിറച്ചിന്റെ വകണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കുടുങ്ങും. കാരണം എന്താ? അങ്ങനെയാണ് പറയുമ്പോൾ ആളുകൾ കണ്ടമാനം വരും. തീറ്റവീരന്മാര് അടിച്ചു കയറ്റുന്നവർ, അതോടെ നമ്മുടെ ഖജനാവ് കാലിയാവും, നമ്മുടെ കുട്ടികൾ പട്ടിണിയാവും. നിങ്ങൾ എന്തും ചോദിച്ചോളൂ, ഞാൻ തരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല.
ഞാൻ 1,00,000 കോടി ബാങ്ക് ബാലൻസ് ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ചോദിച്ചതൊക്കെ കൂടി തരാൻ കഴിയില്ല. ഞാൻ ആ ധൈര്യത്തിൽ നിങ്ങളോട് പറയാണ്. ഞാൻ കരുതിയത് എന്താ, എന്റെ കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ വേണം, എന്റെ കുട്ടിക്ക് ഒരു ലാപ്ടോപ്പ് വേണം, എനിക്കൊരു മോട്ടോർ സൈക്കിള്, എനിക്കൊരു ആദ്യത്തെ കാറ്, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുമെന്ന് കരുതി ഞാൻ നിങ്ങളോട് 1,00,000 കോടിയുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരാൾ പറഞ്ഞത് ഒരു 2 കണ്ടെയ്നർ നിറച്ച് ബിസ്ക്കറ്റ് വേണമെന്ന്. ടൈഗർ ബിസ്ക്കറ്റ് ആണെങ്കിലോ സ്വർണ്ണ ബിസ്ക്കറ്റാ ചോദിച്ചത്. അതോടുകൂടെ എന്റെ അഡ്രസ്സ് പോകും. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചാൽ ഞാൻ തലചുറ്റലോടും തണുത്ത വെള്ളം വേണ്ടി വരും. അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നത്, സഹോദര, ലോകത്തുള്ള മുഴുവൻ ആളുകളും, കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നവരും എല്ലാവരും ഒരു മൈതാനിയിൽ വെച്ച് ചോദിച്ചാൽ അവർക്ക് വേണ്ടതൊക്കെ ചോദിച്ചു, ഒക്കെ കൊടുത്തു, എന്നാലും എന്റെ ഖജനാവിൽ നിന്നൊന്നും ചുരുങ്ങൂല. എന്നിട്ട് ആ മുനാഫിക്കുകൾ, നിങ്ങൾ മുഹമ്മദ് നബിയുടെ കൂടെയുള്ളവർക്കൊന്നും കൊടുക്കരുത്, അത് മുടക്കാൻ നോക്കുകയാണ്. എന്നാൽ അവർ കൊടുക്കും. ആര് കൊടുക്കും? അങ്കബൂത്ത് സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, പക്ഷികൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ, മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ. അവർ പ്രത്യേകം തയ്യാറാക്കിയിട്ട അല്ലല്ലോ. സഹോദര, മൃഗങ്ങൾക്ക് അല്ലാഹു ആഹാരം കൊടുക്കുന്നത് പോലെ അവർ കഴുത്തിൽ കെട്ടിത്തൂക്കി പോകുന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് അല്ലാഹു നൽകുന്നുണ്ട്. പക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, തഗ്ദൂ ഖിമാസാ വതറൂഹു ബിത്വാന. രാവിലെ സമയത്ത് മേട കാലിയായി പോകുന്നു, വൈകുന്നേര സമയത്ത് നിറച്ചു വരുന്നു. ഒരു പ്രത്യേക പ്ലാനൊന്നുമില്ല, എന്നാലും അവർക്ക് വേണ്ടത് ലഭിക്കുന്നു. ഇതുപോലെ അള്ളാഹു നൽകുമെന്നാണ്. ആർക്കും ആരെയും മുടക്കാൻ കഴിയില്ല. മുടക്കുന്നവരെ അള്ളാഹു എങ്ങനെങ്കിലും മുടക്കും. സാവകാശം ഇങ്ങനെ കാണുക. ഏതായിരുന്നാലും മുനാഫിഖുകളുടെ നിലപാടാണത്. എന്നിട്ട് വീണ്ടും ഇനി ഒരു യുദ്ധത്തിന് പോയി, ഒരൊറ്റ ആയത്ത് കൂടി, ഒരു യുദ്ധത്തിന് പോയി അള്ളാഹുവിന്റെ തിരുദൂതർ യുദ്ധത്തിന് പോയി എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ റസൂൽ കുറെ യുദ്ധം ചെയ്തു എന്ന് കരുതരുത്. ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യ ഘട്ടത്തിലാണ്, വേറൊരു വഴിയില്ലാത്ത. ഇങ്ങോട്ട് വല്ലാതെ അടിക്കുമ്പോൾ അങ്ങോട്ട് അടിക്കുക എന്നുള്ളത് സ്വാഭാവിക. ഉറിയിൽ ആക്രമണം നടത്തിയില്ല, മിന്നലാക്രമണം നടത്തിയില്ല. ഇങ്ങോട്ട് പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ അങ്ങോട്ടൊരു മിന്നലാക്രമണം. എല്ലാവർക്കും പരാതിയില്ല, അതിലാർക്കും പരാതിയില്ല. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും. അത് തന്നെ പരമാവധി 13 കൊല്ലം വേണ്ടെന്ന് വെച്ചു പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഈ പ്രവാചകനെയും അനുയായികളെയും തീവ്രവാദികളും ഭീകരവാദികളുമായിട്ട് മുദ്രകുത്താൻ, തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് ഭീതി പരത്താൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം. സത്യം അങ്ങനല്ല. 13 കൊല്ലക്കാലം ക്ഷമിച്ചു, 70ഓളം വചനങ്ങൾ ഇറങ്ങി ക്ഷമിക്കാൻ ഗത്യന്തരമില്ല. ഹിജ്റ പോയി, എന്നിട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ മാത്രമാണ് തിരിച്ചടിക്കാൻ വന്നത്. അങ്ങനെ ഒരു അത്യാവശ്യ യുദ്ധത്തിന് പോയപ്പോ ഈ മുനാഫിഖുകൾ പറഞ്ഞു, എന്ത്, ഇനി മദീനയിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ ഏറ്റവും ഇസ്സത്തുള്ളവർ, അഭിമാനമുള്ളവർ, നിന്ദ്യരായവരെ പുറത്താക്കുന്നതാണ്, മദീനയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. സഹോദര, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിഖുകളുടെ നേതാവുണ്ട്. ഉള്ള കളികൾ മുഴുവൻ കളിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ദുരാരോപണം നടത്താനൊക്കെ മുന്നോട്ട് വന്നത് അവനാണ്, ഇല്ലാത്ത കഥ പറഞ്ഞത്. അങ്ങനെയുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് അവനെന്ത് ചെയ്തു? അവൻ പറഞ്ഞു, ഈ യുദ്ധങ്ങൾ അത് നമ്മളെ ആളുകളായിട്ട് നിൽക്കുക. എന്നിട്ട് ഇവൻ പറഞ്ഞു, നമ്മൾ മദീനയിലെത്തിയാൽ ഏറ്റവും ഇസ്സത്തുള്ള ഞങ്ങൾ, ഇസ്സത്ത് അഭിമാനമുള്ള അന്തസ്സുള്ള ഞങ്ങൾ, അതില്ലാത്ത മുഹമ്മദ് നബിയെയും കൂട്ടരെയും പുറത്താക്കും മദീനയിൽ നിന്ന്. ഇത് ഒരു സ്വഹാബി കേട്ടു. ആ സ്വഹാബി നബിയോട് ചെന്നിട്ട് വിവരം പറഞ്ഞു. നബി തങ്ങൾ ഉടനെ അബ്ദുല്ലാഹി ഉബയ്യിനെ വിളിച്ചു. നീ ഇങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചു. ഇയാൾ വല്ലാഹി പറഞ്ഞു. നുണ പറയാൻ അവരെങ്ങനെയാണ്? സത്യം ചെയ്യുക, വേഗം സത്യം ചെയ്യും, വേഗം സത്യം. നുണ പറയാന്നുള്ളത് മുനാഫിക്കിന്റെ അടയാളാണല്ലോ. അതുകൊണ്ടാണോ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? മുനാഫിക്കിന് ചില അടയാളങ്ങളുണ്ട്, അത് ഒരിക്കലും നമുക്കുണ്ടാകരുത് എന്നാണ്. ഒന്നെന്താ? ഇതാ ഹദ്ദസക, തൊള്ള തുറന്നാന്ന് പറഞ്ഞു. ഇത ഉത്തമിന, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചന കാണിക്കുക. വൈദാവാദ, ഒരു വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. അതേപോലെ തന്നെ വൈദാ ഹാസമഫല, തർക്കിച്ച അനാവശ്യം വിളിച്ചു പറയാം. ഇത് മുനാഫിക്, ഈ എണ്ണി പറഞ്ഞ മുനാഫിക്കിന്റെ അടയാളം. ചില രോഗങ്ങൾക്ക് ചില അടയാളങ്ങളുണ്ട്, വേഗം ചികിത്സിച്ചാൽ നല്ലതാ, മൂർച്ഛിച്ചാൽ ബുദ്ധിമുട്ടാണ്. മുനാഫിക്കിന്റെ അടയാളം തൊള്ള തുറന്ന കളവ് പറയാന്നുള്ളത്. ചില ആളുകൾ വല്ലാതെ എന്നാണ് പറയും, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപടവിശ്വാസികൾ, കപടവിശ്വാസികൾ അവർ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ്. കപടവിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ്.
കപട വിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിയതട്ടുക. അപ്പൊ ആ സ്വഭാവം നമുക്കുണ്ടാകരുത്. അപ്പൊ ഇവന് അബ്ദുല്ലാഹിബ്നു ഉബൈ നബിയോട് പറഞ്ഞു, വല്ലാഹി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ സ്വഹാബി പറഞ്ഞിട്ടുണ്ട്, തർക്കായി. അപ്പോ അബ്ദുല്ലാഹിബ്നു ഉബൈന്റെ കൂടെയുള്ള മുനാഫിക്കുകളുണ്ട്, ഇത് അറിയില്ല, പെട്ടെന്ന് അറിയാൻ കഴിയില്ല. അവരൊക്കെ നബിയോട് പറഞ്ഞു, നബിയെ അബ്ദുല്ലാഹിബ്നു ഉബൈ അങ്ങനെ ആവൂല പറഞ്ഞത്. അത് ആ സ്വഹാബി കേട്ടതിൽ പഴച്ചതാണ്. ഒരു ഇയാൾക്ക് വേണ്ടി സൈഡെടുക്കാം. അവർ റസൂലും കരുതി അങ്ങനെ ആവാം. പക്ഷെ ഈ സ്വഹാബി അല്ലട്ടോ, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു അബ്ദുല്ലാഹിബ്നു ഉബൈ അങ്ങനെ തന്നെ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയത്. നോക്കും, അതിനും ഈ ആയത്തിന് ഇറങ്ങലോട് മുനാഫിഖൂന സൂറത്തിലെ 8ാമത്തെ വചനം ഇറങ്ങാൻ കാരണം അതാ. അബ്ദുല്ലാഹിബ്നു ഉബൈ പറഞ്ഞു, ഞങ്ങൾ അന്തസ്സുള്ളവർ മദീനയിലെത്തിയാൽ അന്തസ്സില്ലാത്ത നിന്യരെ പുറത്താക്കും, മുഹമ്മദ് നബിയെയും കൂട്ടരെയും പുറത്താക്കും. ഇത് കേട്ട സ്വഹാബി നബിയോട് പറഞ്ഞതാ. ഇയാൾ അത് നിഷേധിക്കാം. അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അസ്സു മിൻഹൽ അദൽ. ആ മുനാഫിഖുകൾ പറയുന്നില്ലേ, അള്ളാഹു ആയത്തിറക്കുന്നു, ആ മുനാഫിഖുകൾ പറയുന്നു എന്ത്? ലഇൻ റജഅനാ ഇലൽ മദീന, ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങിച്ചെന്നാൽ ലയുഖ്രിജന്നൽ അസ്സു മിൻഹൽ അദൽ, ഏറ്റവും അന്തസ്സുള്ളവർ നിന്ദ്യരായ ആളുകളെ ആ മദീനയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. ഈ ആയത്തിനിറങ്ങലോടുകൂടെ ഈ സ്വഹാബത്ത് വീരമാക്കി. അൽഹംദുലില്ലാഹ്, ഞാൻ നുണല്ല പറഞ്ഞതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ തിരുവോർക്ക് സന്തോഷമായി. ഇവരൊക്കെ തിരിച്ചറിയാൻ ഒരു അവസരമായി. ഇവർ മുനാഫിക്കുകളാണെന്ന് വ്യക്തമായി. ഒരു സ്വയം പറയാം, ഇസ്സത്തുള്ളോല്, പ്രതാപമുള്ളോല് അവരാണ്. സ്വഹാബത്തും ഇസ്സത്തില്ലാത്ത ദില്ലത്തുള്ള നിന്ദ്യതയുള്ളവരാണ്, അപമാനിത. അള്ളാഹു പറയുന്നത് മറുപടി കൊടുക്കുകയാണ്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലി. യഥാർത്ഥത്തിലുള്ള ഇസ്സത്ത് അള്ളാഹുവിനിക്കാണ്, വലിയ റസൂലിഹി അവന്റെ റസൂലിനുമാണ്, വലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്കുമാണ്, വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷെ മുനാഫിഖുകൾ, കപട വിശ്വാസികൾ അത് അറിയാത്തവരാകുന്നു. ഇവര് പറയുന്നതാ ഇസ്സത്ത് അവർക്കാണ്. അള്ളാഹു പറയുന്നതോ ഇസ്സത്ത് അവർക്കല്ല, ഇസ്സത്ത് അള്ളാഹുവിനിക്കും റസൂലിനിക്കും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കുമാണ്. പക്ഷേ അള്ളാഹ്ക്കും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമൊക്കെ ഇസ്സത്ത് കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇസ്സത്ത് മുഴുവനും അള്ളാഹുവിനിക്കാണ്. അള്ളാഹുവാണ് ഇസ്സത്ത് കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക് തുഅതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. അല്ലാഹു നമ്മളോട് ദുആ പറയാണ്, നാദാ, രാജാതിരാജനായ നാദാ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്, നീയാണ് നാദാ, അധികാരം നൽകുന്നവൻ, അധികാരം തിരിച്ചു പിടിക്കുന്നതും നീയാണ്. അധികാരം നൽകുന്നത് നീയാണ്, അധികാരം തിരിച്ചു പിടിക്കുന്നതും നീയാണ്. ഇസ്സത്ത് നൽകുന്നത് നീയാണ് നാദാ, അപമാനം നൽകുന്നത് നീയാണ് നാദാ, അഭിമാനവും അപമാനവും നൽകുന്നത് നീയാണ്. അങ്ങനെ പറയാനാണ് നമ്മളോട് പറയുന്നത്. ഇസ്സത്തൊക്കെ അള്ളാഹുവിനിക്കാണ്. ആ ഇസ്സത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹ് കൊടുക്കും. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, മൻകാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ഖുർആൻ പറയുന്നു, ആരെങ്കിലും ഇസ്സത്തിനെ, അന്തസ്സിനെ, പ്രതാപത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അറിയണം, അന്തസ്സ് മുഴുവനും അള്ളാഹുവിനിക്കാണ്. അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. എന്താ ഈ അന്തസ്സ് എന്ന് പറഞ്ഞാൽ? അഹങ്കാരത്തിന്റെ എതിരാണത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചില കാര്യങ്ങൾക്ക് ഉറച്ച നിലപാട് സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ ചിലർ ചോദിച്ചു, ഇത് അഹങ്കാരമാണോ? ഹസൻ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത്, ഇത് അഹങ്കാരമല്ല, ഇത് ഇസ്സത്താകുന്നു. അതാണ് ചില കാര്യങ്ങളിലൊക്കെ ഉറച്ച നിലപാട് സ്വീകരിക്കലും ഗൗരവത്തിന്റെ സ്വഭാവം കാണിക്കലും എന്തല്ല, അഹങ്കാരമല്ല. അഹങ്കാരം നമുക്ക് പാടില്ല, അഹങ്കാരം പാടില്ല. മഹാനായ ഹസൻ റളിയല്ലാഹുവിനെ പറ്റിയൊരു സംശയം, നിങ്ങൾ അഹങ്കരിക്കുകയാണോ? അങ്ങനെ തോന്നും ചിലപ്പോ. അദ്ദേഹം പറയുന്നതല്ല, അത് ഒരിക്കലും അഹങ്കാരമല്ല, അത് എന്താണ്? അത് ഇസ്സത്താകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു.
അതുകൊണ്ടാണല്ലോ മഹാന്മാര് പറയുന്നുണ്ട്, ഒരു സമ്പന്നനായ ആളുടെ മുന്നിൽ ഒരാള് താഴ്മ കാണിച്ചാൽ അവന്റെ പീരിന്റെ 2/3 ഭാഗവും നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഹദീസിലുള്ളത്. അത് ഇസ്സത്ത് പോകുന്നതാണ്. ഒരു സമ്പന്നനായ ആളുടെ മുന്നില് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സഹോദര ഒരാള് വല്ലാതെ വിനയം കാണിച്ചാൽ അവന്റെ മതത്തിന്റെ 2/3 ഭാഗവും ഇല്ലാതെയായി. അത് ഇസ്സത്തിനെതിരാണ് എന്ന് കരുതിയിട്ട് അഹങ്കാരം ഉണ്ടാവാന്നല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഉറച്ച നിലപാടുകാരനാണ്. സഹോദര, അത് അഹങ്കാരമല്ല, അത് ഇസ്സത്തിന്റെ ഭാഗമാണ്. നമുക്ക് അഭിമാനിക്കാം. എന്തുകൊണ്ട് അസംബലി എല്ലാവരോട് ചോദിച്ചതും നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ? അദ്ദേഹം മറുപടി പറഞ്ഞത് അല്ല, അത് ഇസ്സത്തിന്റെ ഭാഗമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഇസ്സത്ത് അള്ളാഹുവിനിക്കാണ്, ഇസ്സത്ത് റസൂലിനിക്കാണ്, ഇസ്സത്ത് മോമിനീങ്ങൾക്കാണ്. ആ ഇസ്സത്തിന്റെ ഭാഗമാണ് ചില കാര്യങ്ങളിൽ ഉറച്ച നിലപാടുകൾ, കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാര്, നമ്മുടെ നേതൃത്വം, അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, അള്ളാഹു സകല ശർറുകളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, അസൂയാരക്കളുടെ സിഹ്ർ ചെയ്യുന്നവരുടെയൊക്കെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ സംവിധാനം നിലനിൽക്കണം. അള്ളാഹു പകരക്കാരെ തരാൻ കഴിവുള്ളവരാണ്. നല്ല കരുത്തറ്റ നേതൃത്വം, കറയറ്റ നേതൃത്വം അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. അവർക്ക് പിന്നിൽ ശക്തമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ്. അള്ളാഹു നമ്മുടെ സാദാത്തുക്കൾ, പാണക്കാട് തങ്ങന്മാര്, നമ്മുടെ സാദാത്തുക്കൾ, സയ്യിദുമാര്, നമ്മുടെ ഉസ്താദുമാര്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്സത്ത് എന്ന് പറയുന്നത്, ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാന. എന്ന അഹങ്കാരം പാടില്ല. ബഗ്ദാദിന്റെ പട്ടണത്തിൽ ഒരാള് യാചന നടത്തുന്നതായിട്ട് കണ്ടു. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ സന്ദർഭത്തിൽ ഒരാൾ സൂക്ഷ്മമായി അദ്ദേഹത്തെ നോക്കുന്നു. ഇതൊരു വലിയ സമ്പന്നനായിരുന്നല്ലോ, അറിയപ്പെട്ട ആളായിരുന്നല്ലോ, ഇന്നിതാ യാചന നടത്തുന്നു. മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോ ഈ യാചകൻ ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഇന്ന ആളാണോ? അതെ. എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു? സഹോദര, ബഗ്ദാദിന്റെ തെരുവുകളിലൂടെ യാചന നടത്തുന്ന ഈ ആള് പറഞ്ഞു, നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ്. സമ്പന്നനായിരുന്നു, എല്ലാം നൽകും കഴിവുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു അഹങ്കാരത്തിന്റെ പ്രയോഗം എന്നിൽ നിന്ന് വന്നു. സത്യവിശ്വാസികളൊക്കെ വളരെയധികം താഴ്മ കാണിക്കേണ്ട പരിശുദ്ധ കഅബ ശരീഫിന്റെ അരികെ വെച്ച് ഞാൻ മനഃപൂർവ്വം ഒരാളെ കാറിന് തട്ടുകൊടുത്തു. ആ ഒറ്റ കാരണത്താലാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത്. അദ്ദേഹം മറുപടി പറഞ്ഞു എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ. അതുകൊണ്ടാണ് സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് വേണ്ട അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമതായിട്ട് എണ്ണിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ. കാരുണ്യവാനായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, ആ യഥാർത്ഥ അടിമകളുടെ അടയാളം അള്ളാഹു പറയുന്നത് എന്താ പറയുന്നത്? യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടെ സഞ്ചരിക്കും. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിഡ്ഢികളായ ആളുകൾ അവരോട് എന്തെങ്കിലും അഭിസംബോധനം ചെയ്യുമ്പോൾ അവരോട് സമാധാന വാക്ക് പറയുന്നവരായിരിക്കും റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ. 12 കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞത് അവർ വിനയാന്യതരായിരിക്കുന്ന, ഇസ്സത്തുള്ളവർക്ക് വിനയം ഉണ്ടാവുള്ളൂ. ഇസ്സത്തുള്ളവർ, ആത്മാഭിമാനമുള്ളവർ സഹോദര, ആ ഇസ്സത്ത് പ്രകടമാക്കും, കാണിക്കും അവർ. അപ്പൊ മുനാഫിക്കുകൾ വെറുതെ പ്രചരിപ്പിക്കുക, ഇസ്സത്ത് അവർക്കല്ല, ഇസ്സത്ത് അള്ളാഹ്ക്കും റസൂലിനും മുഅ്മിനീങ്ങൾക്കും. അള്ളാഹു അവന്റെ ഇസ്സത്തിൽ നിന്ന്, പ്രതാപത്തിൽ നിന്ന്, അന്തസ്സിൽ നിന്ന് വളരെ കുറഞ്ഞത് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് നൽകുന്നത്. ഏതുപോലെ? ഇൽമു പോലെ തന്നെ അള്ളാഹു തന്റെ അറിവിൽ നിന്ന് വളരെ കുറഞ്ഞത് മാത്രമാണ് മറ്റുള്ളവർക്ക് നൽകുന്നത്. ഏതായിരുന്നാലും അള്ളാഹു മുനാഫിക്കുകളെ പറ്റി പറയാണ്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലി, ഇസ്സത്ത് അള്ളാഹുവിനും റസൂലിനുമാണ്, വലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്കുമാണ്, വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ.
പക്ഷേ മുനാഫിക്കുകൾ കപട വിശ്വാസികൾ അത് അറിയാത്തവരാകുന്നു. അങ്ങനെ സംഭവിച്ചു. ഇവര് പറഞ്ഞെന്താ? നേരെ തിരിച്ചാ സംഭവിച്ചത്. ഇവര് പറഞ്ഞത് ഏറ്റവും ഇസ്സത്തുള്ള ഞങ്ങൾ ഇസ്സത്തില്ലാത്ത മുഹമ്മദ് നബിയെയും കൂട്ടരെയും പുറത്താക്കുന്ന സംഭവിച്ചു. ഇസ്സത്തുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതില്ലാത്ത മുനാഫിക്കുകളെ മദീനയിൽ നിന്ന് പോകരുത്. എല്ലാ കളികളും അവസാനിച്ചു. അതൊക്കെ ഒരു ടൈം ഉണ്ടായി. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം ഇനി നമുക്ക് പറയാനുള്ള 2-3 ആയത്തുകൾ, 3 ആയത്തുകൾ വളരെ വിലപ്പെട്ട ആയത്തുകളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുക്കും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ജോലികളിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനെ കണക്കിലെടുക്കുന്നവർ, പരിഗണിക്കുന്നവർ, അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ സദസ്സിലേക്ക് ചായക്ക് ചെലവ് ചെയ്തത് ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയും കുടുംബത്തിലുള്ളവരുടെ അസുഖങ്ങളൊക്കെ ഭേദമാകാൻ വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിലുള്ളവരുടെ എല്ലാവരുടെ രോഗങ്ങൾക്കും പരിപൂർണ ശമനം നൽകുമാറാവട്ടെ. ആമീൻ. فاعلم أنه لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد اللهم صل على محمد والآل كلهم وسلم 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അള്ളാഹുവേ വിശുദ്ധ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ റഹ്മാനെ. പുണ്യ നബിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു നാഥ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണം ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റഹ്മാനെ. അള്ളാഹുവേ പ്രകൃതി ദുരന്തങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. അള്ളാഹുവേ
ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആന്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ എല്ലാവരുടെ, അതുപോലെ പുറത്ത് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദേശത്തും സ്വദേശത്തുമായി അല്ലാഹുവേ, അവരുടെയൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ്ണ ശമനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ. പല ഉദ്ദേശങ്ങളും മനസ്സിൽ വെച്ച് ഇതിലേക്ക് സംഭാവനകളും മറ്റും നൽകുന്നത് സ്വീകരിക്കണേ റഹ്മാനെ. അവിടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ചെറുതും വലുതുമായ സംഖ്യകൾ ഇതിലേക്ക് നൽകുന്നവരുണ്ട്. അവിടെ സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവരുടെ സമ്പത്തിൽ സംരക്ഷണം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സാസിലേക്ക് കുടിക്കാൻ വേണ്ടി ചായ നൽകിയ സഹോദരന്റെ ആ സഹോദരന്റെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റഹ്മാനെ. അവരിലും കുടുംബത്തിലുമുള്ളവരുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആന്റെ സദസ്സിലേക്ക് വന്ന ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കണേ റഹ്മാനെ. അതിൽ വരുന്ന പോരായ്മകൾ ഞങ്ങൾക്ക് പരിഹരിക്കണേ റഹ്മാനെ. വിദേശത്ത് പോയ ഞങ്ങളുടെ സഹോദരങ്ങളെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എല്ലാ മുസീബത്തുകളെ തൊട്ടും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഇതിനൊക്കെ വല്ലാതെ പരിഗണിക്കുന്നവർ, ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനെ കേൾക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ, അല്ലാഹുവേ, അവിടൊക്കെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് നല്ല റാഹത്തോടെ സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് അണയാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ.